അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം അതിന്റെ 10-ാമത്തെ തിരുവചനത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ കൊണ്ടുവരാം. പരിചിതമായ ഒരു വേദഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 10-ാമത്തെ വാക്യം. എന്നാൽ ദൈവം അവനോട് കൂടെയിരുന്നു, സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് മിസ്രയീം രാജാവായ ഫറവോന്റെ മുൻപാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അവൻ അവനെ മിസ്രയീമിനും തന്റെ സർവ്വഗ്രഹത്തിനും അധിപതിയാക്കി വെച്ചു. കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിന്റെ വെളിപ്പാടുകളെ തുറന്ന് നമ്മോട് ഹൃദ്യമായി സംസാരിപ്പാൻ, ഈ വചനത്താൽ നമ്മെ ശക്തീകരിപ്പാൻ, ഈ വചനത്താൽ നമ്മെ ബലപ്പെടുത്തേണ്ടതിന് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മെ സമർപ്പിക്കാം. ആര് സംസാരിക്കുന്നു എന്നുള്ളതല്ല, വെളിപ്പെടുന്ന തിരുവചനത്തിന്റെ ശക്തിയാണ് വിഷയം. ആ വചനം നമ്മെ സഹായിക്കട്ടെ, വചനം നമ്മെ ശക്തീകരിക്കട്ടെ, വചനം നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ. ദൈവകൃപ വ്യക്തമായി നാം അനുഭവിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് നമ്മെ പ്രാപ്തരാക്കുവാൻ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഈ സമാപന നിമിഷങ്ങളിൽ അസാധാരണമായ ദൈവിക ചലനം പിന്നെയും അനുഭവിക്കേണ്ടതിന് ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനവാതിലുകളെ തുറക്കും. കൃത്യമായി സംസാരിക്കുന്ന ദൈവകൃപകൾക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ നല്ല നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമുഖ ഭാഗങ്ങളാൽ ദീർഘമാക്കാതെ വളരെ വേഗത്തിൽ തിരുവചനത്തിന്റെ പ്രകാശന ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും വായിച്ച പരിചയമുള്ളതും പ്രസംഗിച്ച് പരിചയമുള്ളതും ധ്യാനിച്ച് പരിചയമുള്ളതുമായ ഒരു വചനത്തിന്റെ ചില ഓർമ്മപ്പെടുത്തലുകളാണ് നിങ്ങളോട് അറിയിപ്പാൻ താല്പര്യപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഇതുപോലൊരു പ്രസംഗത്തിന്റെ ഇടയിലുള്ള ഒരു ഭാഗത്തെയാണ് നാം വായിച്ചത്. സ്തേഫാനോസിന്റെ അതിശക്തമായ പ്രസംഗം. ആ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് താൻ ഇസ്രായേൽ ജനത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രസംഗിക്കുന്നു. ആ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് 10-ാം വാക്യത്തിൽ യോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുകയാണ്. ആ മനുഷ്യനോടുള്ള ബന്ധത്തിൽ പറയുന്ന ഒരു പദം ശ്രദ്ധിക്കുക. ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഈ രാത്രിയിൽ ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ നൽകിയ ഒരു പദം നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം എന്നുള്ളൊരു വിഷയമാണ്. നമ്മോട് കൂടെയുള്ള ദൈവം. യോസഫിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. വെളിപ്പാട് പ്രാപിച്ച മനുഷ്യനാണ്, സ്വപ്നക്കാരനായ മനുഷ്യനാണ്, കൃപ പ്രാപിച്ച മനുഷ്യനാണ്. പക്ഷേ തന്നിൽ ലഭിക്കപ്പെട്ട ഈ കൃപാവരങ്ങൾ നിമിത്തം, തന്നിൽ വെളിപ്പെട്ട നിയോഗങ്ങൾ നിമിത്തം പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ടു. തന്റെ വീട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ടു, സഹോദരന്മാരിൽ നിന്ന് ഒറ്റപ്പെട്ടു. പല സന്ദർഭങ്ങളിലും ഒത്തിരി പ്രയാസം താൻ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ അവിടെയൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യം തന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു നിയോഗം നിങ്ങളുടെ മേൽ കിടക്കുകയാണെങ്കിൽ നിസ്സംശയം പറയാം, ഒറ്റപ്പെടലുകളിലൂടെ നാം പോകേണ്ടി വരും, ഏകാന്തതകളിലൂടെ പോകേണ്ടി വരും, കുറ്റപ്പെടുത്തലുകളിലൂടെ പോകേണ്ടി വരും, ആരോപണങ്ങളിലൂടെ പോകേണ്ടി വരും. ഇതൊക്കെ ദൈവം നമുക്ക് നൽകിയ നിയോഗങ്ങളുടെ ഭാഗമാണ്, ദൈവം നൽകിയ ശുശ്രൂഷകളുടെ ഭാഗമാണ്. അവിടെയൊക്കെയും നമ്മെ ബലപ്പെടുത്തുന്ന ഒരു പദം, നാം ഒറ്റയ്ക്കല്ല, ദൈവം കൂടെയുണ്ടെന്നുള്ളതാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. യോസഫിന്റെ ജീവിതത്തെ നാം പരിശോധിക്കുമ്പോൾ താൻ കടന്നുപോയ സന്ദർഭ സാഹചര്യങ്ങൾക്കകത്തെല്ലാം വ്യക്തമായി എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. പൊട്ടക്കിണറിനകത്താകട്ടെ, കാരാഗൃഹത്തിലാകട്ടെ, എവിടെയും താൻ ഒറ്റയ്ക്കായിരുന്നില്ല, തന്നോട് കൂടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചവർക്ക് ഒരു നിമിഷം പോലും അതില്ലാതെ മുമ്പിലേക്ക് പോകാൻ പറ്റത്തില്ല. അതിനൊരു തെളിവ് ഞാൻ പറഞ്ഞു മടങ്ങി വരാം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം വായിക്കുമ്പോൾ മോശ എന്ന ഭക്തൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ട് കണ്ണുനീരോടെ അപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥന 9-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അടിയനോട് കൃപയുണ്ടെങ്കിൽ ഞങ്ങളോട് കൂടെ നടക്കണമേ. അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളോട് കൃപയുണ്ടെങ്കിൽ, അല്ല, അടിയനോട് കൃപയുണ്ടെങ്കിൽ ഞങ്ങളോട് കൂടെ നടക്കണമേ. എന്താ അങ്ങനെ പ്രാർത്ഥിക്കാൻ കാര്യം? കഴിഞ്ഞ അധ്യായത്തിൽ ദൈവം തന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൂടെ നടക്കത്തില്ല, എന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരിക്കത്തില്ല, ഇനി മേലാൽ എന്റെ സാന്നിധ്യം നിങ്ങളുടെ മധ്യ വസിക്കത്തില്ല. അങ്ങനെ വസിക്കേണ്ടി വന്നാൽ ഓരോ ദിവസവും ഓരോരുത്തർ വീതം മരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ നടുവിൽ നടക്കത്തില്ല. എന്താ അതിന്റെ സന്ദർഭം എന്ന് ചോദിച്ചാൽ 32-ാം അധ്യായം മുതൽ വായിച്ചു വരണം. 32-ാം അധ്യായം നോക്കുമ്പോൾ ജനം പർവ്വതത്തിന്റെ അടിവാരത്തിൽ ഇരിക്കുകയാണ്, കൂട്ടം കൂടി നിൽക്കുകയാണ്. പർവ്വതത്തിന്റെ മുകളിൽ മോശ ദൈവത്തോട് സംസാരിക്കാൻ പോയി. ഈ ജനത്തിന്റെ പ്രത്യേകത, ദൈവവുമായിട്ട് നേരിട്ടൊരു ബന്ധം ഈ ജനത്തിനില്ല. ഇടനിലക്കാരനായ മോശയെ മാത്രമേ ഈ ജനത്തിന് അറിയാവൂ. മോശ ദൈവശബ്ദം കേട്ടെന്ന് പറയുന്നു, ദൈവപ്രവൃത്തി കണ്ടെന്ന് പറയുന്നു. ഇനി ഈ ജനം കണ്ടവരാണ്, അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും കണ്ടു നടക്കുന്നവരാണെങ്കിലും ദൈവവുമായൊരു അടുത്ത ബന്ധം ഈ ജനത്തിനില്ല.
ഈ 32-ാം അധ്യായത്തിൽ മോശ പർവ്വതത്തിൽ നിന്ന് വരാൻ താമസിച്ചു എന്ന് കണ്ടപ്പോൾ ഇനി എങ്ങനെ മുമ്പിലേക്ക് നടക്കുമെന്നുള്ള ആകുലത ജനത്തിനുണ്ടായി. ഇന്നലകളിൽ നടത്താൻ മോശയുണ്ടായിരുന്നു, സംസാരിക്കാൻ മോശയുണ്ടായിരുന്നു, ഇപ്പോൾ ആരില്ല? മോശയില്ല. അതുകൊണ്ട് ജനം അഹരോനോട് പറഞ്ഞൊരു രസകരമായ കാര്യമുണ്ട്. അഹരോനെ, ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടുന്നതിന് ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരിക. എന്നെ കേട്ടേ പ്രിയരെ, വാഗ്ദത്തത്തിന്റെ അതിരിങ്കൽ വരെ എത്തിയ ജനം, അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്ന ജനം ഇതുവരെയും ചിന്തിച്ചു വച്ചിരിക്കുന്നത് ആർക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ദൈവമാണ് തങ്ങളെ നടത്തിയതെന്നാണ്. ദൈവത്തെ അറിയാമെങ്കിലും അറിയേണ്ടതുപോലൊരു അറിവ് അവർ പ്രാപിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അഹരോനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം. അഹരോനും മോശയുമാണ് ദൈവിക നിയോഗത്തെ പല സ്ഥലങ്ങളിലും അറിയിച്ചത്. അതിന്റെ കൊട്ടാരത്തിനകത്ത് പോലും അറിയിച്ചതെങ്കിലും ഇവിടെ നോക്കുമ്പോൾ അഹരോന് പോലും ദൈവത്തെ പറ്റി പൂർണ്ണമായ അറിവ് ഇല്ല. താൻ മിസ്രൈം വിട്ട് പോന്നപ്പോഴേ തന്റെ പുറകിൽ ഒരു ഉളി കരുതിയിട്ടുണ്ടായിരുന്നു. ആ ഉളി വെച്ചിട്ട് തോന്നിയതുപോലെ നല്ലൊരു സംഭവത്തെ ഉണ്ടാക്കി കൊടുത്തില്ലേ. 32-ാം അധ്യായം വായിക്കുമ്പോൾ പറയുന്നത്, തന്റെ കയ്യിൽ കരുതിയിരുന്ന കൊത്തുളി കൊണ്ട് താൻ അതിന് ഭാഷ വരുത്തി എന്നാണ്. ഭാഷ വരുത്തി എന്ന് പറഞ്ഞാൽ താൻ അതിനെ രൂപത്താൽ ഉണ്ടാക്കി കൊടുത്തു. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം, ഇതിനെ ആരാധിച്ചോളാൻ പറഞ്ഞു. ഇങ്ങനെ ആരാധിക്കാൻ വേണ്ടി ഉള്ള പ്രബോധനവും കൊടുത്തിട്ട് പുള്ളിക്കാരൻ മാറി നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് പോലും ബോധമില്ല ഏത് ദൈവമാണ് കൊണ്ടുവന്നുള്ള അറിവ് പുള്ളിക്കാരനില്ല. കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് നിന്റെ ദൈവം എന്ന്. ഇതേ സമയം മുകളില് മോശ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുക, താഴെ ഭയങ്കര ആരാധനയും നടക്കുകയാണ്. ഒരു പേരും കൂടെ ഇട്ടു, യഹോവയ്ക്ക് ഉത്സവം. പേരാർക്കാണ്? യഹോവയ്ക്ക് ഉത്സവം. ദൈവം ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇന്നാ ഞാൻ ജനത്തെ നശിപ്പിക്കും. മോശ ദൈവത്തിന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ദൈവമേ നശിപ്പിക്കരുത്, നശിപ്പിക്കരുത്, നശിപ്പിക്കരുത്. ഇപ്പൊ നശിപ്പിച്ചു കഴിഞ്ഞാൽ മിസ്രൈമിലെ ജനം പറയും, യഹോവ എന്നൊരു ദൈവം ഈ ജനത്തെ കൊണ്ടുപോയി മരുഭൂമിയിൽ കൊന്നുകളഞ്ഞു. ജനത്തെ ഇപ്പൊ എന്തെങ്കിലും ചെയ്താൽ നാണക്കേട് അങ്ങേക്കാണ്. ഞാനത് വായിച്ചപ്പോഴാണ് മനസ്സിലായത്, പലപ്പോഴും നമ്മുടെ കയ്യിലിരിപ്പ് കണ്ടിട്ടും ദൈവം ഒന്നും ചെയ്യാത്തത് ദൈവത്തിന് നാണക്കേട് വരാതിരിക്കാൻ വേണ്ടിയാണ്. നാട്ടുകാർക്ക് മുഴുവനും അറിയാം നമ്മൾ ആരെ ആരാധിക്കുന്നത്. ദൈവത്തെയാണ് ആരാധിക്കുന്നതെന്നും പാടാൻ പോവുകയാണെന്നും അനുഭവമുള്ളവരാണെന്നും നാട്ടുകാർക്ക് മുഴുവനും അറിയാം. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയും, ആ ദൈവം അവനെ. അതുകൊണ്ട് ദൈവത്തിന് മാനക്കേട് വരാതിരിക്കാൻ വേണ്ടി ദൈവം കണ്ണടച്ച് പോകുന്നതേ ഉള്ളൂ. അവിടെയും ആ ദൈവം അവിടെ സമാധാനപ്പെട്ടിരുന്നു. ദൈവത്തെ സമാധാനിപ്പിച്ചിരുത്തിയ പുള്ളിക്കാരൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ പർവ്വതത്തിന്റെ മധ്യഭാഗത്ത് യോശുവ നിൽക്കുകയാണ്. യോശുവയും ഇവനും കൂടെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു. ശബ്ദം കേട്ടപ്പോൾ യോശുവ പറഞ്ഞു, ഒരു യുദ്ധം നടക്കുന്നുണ്ട്, ശബ്ദം കേൾക്കുകയാണ്. മോശ പറഞ്ഞു, അല്ലല്ല, ഇത് തോറ്റവരുടെ നിലവിളിയുമല്ല, ജയിച്ചവരുടെ ഘോഷവുമല്ല, പ്രതിഗാനമാണ്, ആരാധന നടക്കുകയാണ്. ഒരു ദൈവദാസനെ സംബന്ധിച്ച് ദൈവമക്കൾ ആരാധിക്കുന്നെന്ന് പറഞ്ഞാൽ അതുപോലൊരു സന്തോഷം വേറെ. മോശയ്ക്ക് സന്തോഷമായി, ജനം മാനസാന്തരപ്പെട്ടു. ഇങ്ങോട്ട് വരുന്നത് വരെ ആരാധനയില്ലായിരുന്നു, ഇപ്പോൾ ആരാധനയുടെ ശബ്ദം കേൾക്കുന്നു. ആരാധനയുടെ ശബ്ദം കേട്ട് സന്തോഷിച്ച് താഴെ വന്നപ്പോഴാണ് മനസ്സിലായത്, ആരാധനയുണ്ട്, അത് ദൈവത്തിനല്ലെന്നേ ഉള്ളൂ. ആകപ്പാടെ കോപം കൊണ്ട് നിറഞ്ഞ മോശ ദൈവത്തെ സമാധാനിപ്പിച്ച പുള്ളിക്കിപ്പോ സമാധാനമില്ല. തന്റെ കയ്യിലുണ്ടായിരുന്നതിനെ നശിപ്പിച്ച് കോപാകുലനായി നിൽക്കുകയാണ്. ആ സന്ദർഭങ്ങളെ അറിയാവുന്നതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. തന്റെ കയ്യിലുള്ളതിനെ എറിഞ്ഞുടച്ചിട്ടും കോപം മാറിയില്ല. പിന്നെ എപ്പോഴാ കോപം മാറിയെന്ന് ചോദിച്ചാൽ, ആ കാളക്കുട്ടിയെ എടുത്ത് തീക്കകത്തിട്ട് പുറത്തു വന്ന ചാരത്തെ കലക്കി ഈ ജനത്തെ കുടിപ്പിച്ചപ്പോഴാണ് കോപം മാറിയത്. ഞാൻ ചിന്തിക്കുന്നു, കാളക്കുട്ടി അവനെടുത്ത് തീയിലിട്ട് ചുട്ട് അരച്ചു പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. ആ ചാരവെള്ളം കുടിപ്പിച്ചപ്പോഴാണ് പുള്ളിക്കാരന്റെ കോപം മാറിയത്. ഈ അഹരോൻ ഈ ചാരവെള്ളം കുടിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്റെ ചിന്തയാണെങ്കിൽ കുടിക്കാൻ സാധ്യതയില്ല. ഇതെല്ലാം ഒപ്പിച്ചിട്ട് പുള്ളിക്കാരൻ മാറി നിൽക്കുകയാണ്. ഈ സാധ്യത ഇല്ലെന്ന് പറയാൻ കാര്യം, അടുത്ത അധ്യായത്തിൽ മോശ അവനെ വിളിച്ചിട്ട് ചോദിക്കുന്നു, എന്നാലും നിനക്കും ബോധമില്ലായിരുന്നു? അങ്ങനല്ല, നീ എന്തായാലും ചെയ്തത് എന്താന്നാ ചോദിച്ചപ്പോ അഹരോൻ പറയുകയാണ്, എന്റെ പൊന്ന യജമാനനെ എനിക്കൊന്നും അറിയത്തില്ല. നിങ്ങൾ അവിടെ വായിക്കുമ്പോൾ രസകരമായ ഒരു കാര്യം മനസ്സിലാകും. എന്താന്ന് ചോദിച്ചാൽ, ഈ അഹരോൻ 32-ാം അധ്യായത്തിൽ തന്റെ കയ്യിലുള്ള ഉളി കൊണ്ട് ഭാഷ വരുത്തിയാണ് ഇതിനെ ഉണ്ടാക്കി കൊടുത്തതെന്ന് അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. മോശയോട് സംസാരിക്കുമ്പോൾ പുള്ളിക്കാരൻ ഉളിയുടെ കാര്യം മിണ്ടുന്നില്ല. മോശയെ കണ്ടപ്പോൾ തന്നെ ഉളി എന്ത് ചെയ്ത് കാണും? എടുത്തെറിഞ്ഞു കാണും. ഉളിയുടെ കാര്യം മിണ്ടിയിരുന്നെങ്കിൽ അവന് കുടിക്കേണ്ടി വന്നേനെ ചാരവെള്ളം. അതുകൊണ്ട് ഉളിയെ കുറിച്ച് ഒരു കാര്യവും മിണ്ടിയില്ല. താൻ പറഞ്ഞു, ഞാൻ ഇതിനെ തീക്കകത്ത് ഇട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ, പുറത്തു വന്നതിനെ ഈ ജനം
ആരാധിക്കുകയാണ്. ജനത്തിന്റെ ഈ വഷളത്വം കണ്ട്, ജനത്തിന്റെ ഈ പ്രവൃത്തി കണ്ട് ദൈവം മോശയോട് പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളോട് കൂടെ നടക്കത്തില്ല, ഇനി ഒരിക്കലും എന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കത്തില്ല. ഈ സന്ദർഭത്തിലാണ് 34-9 വാക്യത്തിൽ മോശ ദൈവത്തോട് പറയുന്നത്, അങ്ങനെ ഒരിക്കലും പറയരുത് കർത്താവേ, അങ്ങയുടെ സാന്നിധ്യമില്ലാതെ ഒരു ചുവട് പോലും ഞങ്ങൾക്ക് മുമ്പിലേക്ക് പോകാൻ കഴിയത്തില്ല, അങ്ങയുടെ പ്രസൻസ് ഇല്ലാതെ ഒരു കാലടി പോലും മുമ്പിലേക്ക് വെക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രിയിലും നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തങ്ങളെ എത്തിപ്പിടിക്കണമെങ്കിൽ നിങ്ങളോടുകൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചേ മതിയാകുകയുള്ളൂ. അതില്ലാതെ ഒരു നിമിഷം പോലും മുമ്പിലേക്ക് പോകുവാൻ കഴിയത്തില്ലെന്ന് ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ എല്ലാ ഇടവും, എല്ലാ സന്ദർഭങ്ങളിലും, എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടി ഇരിക്കണം. കൂടെയുള്ള ദൈവത്തെ നാം മനസ്സിലാക്കണം, കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയണം. വാക്കുകൾ കൊണ്ട് നാം ദൈവസന്നിധിയിൽ എതിർത്ത് നിൽക്കരുത്, നമ്മുടെ വാക്കുകൾ കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വമ്പ് കാണിക്കരുത്. എപ്പോഴും താഴ്മയോടും വിനയത്തോടും സമർപ്പണത്തോടും ദൈവസന്നിധിയിൽ ഇരുന്നാൽ ആരും കൂടി ഇല്ലെന്ന് വരികിലും സ്വർഗം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ഉൽപ്പത്തി 26 എന്നെ പലവട്ടം ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇസഹാക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അവിടെ കാണാൻ കഴിയും. വായിച്ചു വന്നപ്പോൾ എനിക്ക് വചന വെളിപ്പാടിൽ കിട്ടിയ ഒരു ദൂതിങ്ങനാണ്, ഒരു ആലോചന ഇങ്ങനെയാണ്. ഗോത്രപിതാക്കന്മാർ, 3 ഗോത്രപിതാക്കന്മാരിൽ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ഈ 3 ഗോത്രപിതാക്കന്മാരിൽ വാഗ്ദത്ത ദേശം വിട്ടുപോകാത്ത ഒരേ ഒരു വ്യക്തി ഇസഹാക്കാണ്. ഇസഹാക്ക് വാഗ്ദത്ത ദേശം വിട്ടു പോകാഞ്ഞതല്ല. 26 വായിക്കുമ്പോൾ താനും കഷ്ടതയുടെ പരിവട്ടം വന്നപ്പോൾ പലവട്ടം ഓടിക്കാൻ ശ്രമിച്ചതാണ്. വന്ന മിസ്രൈമിലേക്ക് പോകാൻ ശ്രമിച്ചതാണ്. താൻ എങ്ങനെയും രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിച്ചതാണ്. പക്ഷെ അന്നേരം ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഈ ക്ഷാമത്തിലും നീ ഓടിക്കാൻ താല്പര്യപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ആ വചന വെളിപ്പാടിൽ ദൈവാത്മാവ് ഇന്ന് രാത്രി ദൂത് കൈമാറുന്നു. ദൈവമേൽപ്പിച്ച ശുശ്രൂഷയെ വിട്ട്, വാഗ്ദത്തങ്ങളെ വിട്ട്, നിയോഗങ്ങളെ വിട്ട് ഓടിക്കാൻ പലവട്ടം ശ്രമിച്ചിട്ടും ദൈവം നിന്നെ വിട്ടുകൊടുക്കാതെ ദേശതലത്തിൽ നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെയൊക്കെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഓടിപ്പോകാൻ ഇട വരാഞ്ഞതല്ല, ഓടിപ്പോകാൻ താല്പര്യം പ്രകടിപ്പിക്കാനതല്ല, ദൈവം വിട്ടുകൊടുക്കാത്തതാണ്. ഒരു വേട്ടനായ പരക്കം പറയുന്നത് പോലെ ദേശത്തിന്റെ ശക്തിയെ ഓടിക്കാൻ ശ്രമിച്ച സമാന്തരങ്ങൾക്കകത്ത് നിർത്തിയ ദൈവത്തെ സ്തുതിക്കുക. ഇസഹാക്ക് വിട്ടുപോന്ന മിസ്രൈമിലേക്ക് ഓടിപ്പോകാൻ ഭാവിച്ചപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, പോകരുത്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇസഹാക്കിനെ സംബന്ധിച്ച് ക്ഷാമത്തെ എങ്ങനെ അതിജീവിക്കണം എന്നുള്ള പ്രബോധനമല്ല ദൈവം കൊടുത്തത്, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ള പ്രബോധനമാണ്. വാസ്തവമായി ക്ഷാമത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന് ദൈവം പ്രബോധനം കൊടുക്കേണ്ടുന്നത് എങ്ങനെ അതിനെ അതിജീവിക്കണം എന്നുള്ള ആലോചനകളെ ആയിരിക്കണം. പക്ഷെ ദൈവം അത് പറഞ്ഞില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ. ഇസഹാക്കിനോട് ഞാൻ ചോദിച്ചു, ഇസഹാക്കെ, ക്ഷാമത്തെ എങ്ങനെ അതിജീവിക്കണമെന്ന് പറയാതെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് മാത്രം നിന്നോട് പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? ഇസഹാക്ക് പറഞ്ഞു, മനസ്സിലായി. എന്താ അർത്ഥം? ക്ഷാമമാണേലും സാരമില്ല, ദൈവം കൂടെ ഉണ്ടെങ്കിൽ അത് സമൃദ്ധിയായിരിക്കും, ദൈവം കൂടെ ഉണ്ടെങ്കിൽ അത് അനുഗ്രഹമായിരിക്കും. ഇന്ന് രാത്രിയിൽ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എത്ര ക്ഷാമ തുല്യമായിരുന്നതാണെങ്കിലും അതിനകത്ത് വരണ്ട നിലത്തെ പച്ചപ്പാക്കി മാറ്റി, വരണ്ട നിലത്തെ നീരുറവയാക്കി മാറ്റി, മരുഭൂമിയെ പച്ചയാക്കി കാലുകൾക്ക് ബലം പകർന്ന് നിന്റെ മുമ്പിലേക്ക് നടത്തുവാൻ നിന്റെ ദൈവം ശക്തനാണ്. കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ മാത്രം മതി. അവനൊപ്പം ഉണ്ടെങ്കിൽ അതുപോലെ അനുഗ്രഹം വേറെയില്ല. വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. പ്രാർത്ഥിച്ച ഇസഹാക്കിനെ ദേശത്ത് തന്നിലൂടെ ഒരു അനുഗ്രഹം കാണുവാൻ ദൈവം ഇടയാക്കി. ഒരു പച്ചപ്പ്, ഒരു സമൃദ്ധി തന്നിലൂടെ ദൈവം കാണുവാൻ സഹായിച്ചു. നൂറുമേനി ഫലം കൊടുത്തു. ദേശത്ത് പച്ചപ്പുണ്ടായപ്പോൾ ദേശത്തിലെ അധികാരി വന്നിട്ട് ഒരു നന്ദി പോലും പറയാതെ ഇദ്ദേഹത്തെ ദേശത്ത് നിന്ന് പുറത്താക്കിയ സമയത്ത് ഗെരാറിന്റെ താഴ്വരയിലേക്ക് ഇസഹാക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. ഇറങ്ങിച്ചെല്ലുമ്പോൾ ആ അധ്യായത്തിൽ 2ാമത്തെ പ്രാവശ്യം ദൈവം ഇസഹാക്കിനോട് പറയുന്നു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. എന്തിനാ 2 പ്രാവശ്യം പറഞ്ഞേ? ആരംഭത്തിൽ ഒരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്, യഹോവ നിന്റെ കൂടെ ഉണ്ട്. 2ാം പ്രാവശ്യം പിന്നെയും പറഞ്ഞിരിക്കുന്നു, യഹോവ നിന്റെ കൂടെ
ഉണ്ട്. എന്തിനാ രണ്ടാമതൊരു അറിയിപ്പ് കൊടുത്തേ? രണ്ടാമത്തെ അറിയിപ്പിന്റെ കാര്യം, നിന്നെ പുറത്താക്കിയില്ലേ. നീ പുറത്താക്കപ്പെട്ടപ്പോൾ നീ മാത്രമല്ല അവിടെ നിന്ന് പോകുന്നത്, നിന്റെ കൂടെ നിന്റെ ദൈവവും കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നീ പോന്നതിന്റെ കൂടെ ദൈവവും നിന്റെ കൂടെ വന്നിട്ടുണ്ട്. നിന്റെ ദൈവം പുറത്താക്കിയവന്റെ കൂടെയല്ല, പുറത്താക്കപ്പെട്ട നിന്റെ കൂടെയാണ്. ദൈവിക കാര്യങ്ങൾ നിമിത്തം എവിടെയെങ്കിലും അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, തല താഴ്ത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ കൂടെ ഇറങ്ങി വരുന്നൊരു ദൈവ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവത്തെ സ്തുതിക്കുകയും, പുറത്താക്കപ്പെട്ട മേഖലകളിൽ നീ ഒറ്റയ്ക്കല്ല. ദൈവം ഇസ്ഹാക്കിനോട് പറഞ്ഞു, മോനെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നീ ഭാരപ്പെടണ്ട, ഏത് താഴ്വരയായിരുന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അതിന്റെ പരിണിത ഫലം പറഞ്ഞു മടങ്ങി വരാം. ആ ഗെരാറിന്റെ താഴ്വരയിൽ ഒറ്റയ്ക്ക് ഏകാന്തത്തിൽ ഇരിക്കുന്ന മനുഷ്യൻ ഒരു പ്രഭാതത്തിൽ കൂടാരവാതിൽ തുറന്നു നോക്കുമ്പോൾ തന്നെ പുറത്താക്കിയ ജനവും അധികാരിയും തന്റെ കൂടാരം തേടി വരികയാണ്. സ്വാഭാവികമായും മനുഷ്യ സഹജമെന്ന രീതിയിൽ തനിക്കൊരു തോന്നലുണ്ടായി, ഇന്നലെ പുറത്താക്കിയതുപോലെ ഇവിടെ നിന്നും പുറത്താക്കാനാണ് വരുന്നത്. പക്ഷെ വന്ന സമയത്ത് അവൻ അമ്പരന്നു പോയി. അധികാരി ഓടിച്ചെന്നവനെ അവൻ ആശ്ലേഷിച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളോടൊന്നും ചെയ്യരുത്. ഇസ്ഹാക്ക് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യത്തില്ല, പിന്നെന്തിനാ അങ്ങനെ പറയുന്നത്? അവർ പറഞ്ഞു, നിന്നെ പുറത്താക്കിയിട്ട് ഞങ്ങൾ നിന്നെ സസൂക്ഷ്മം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനു നോക്കിക്കൊണ്ടിരുന്നു? പുറത്താക്കിയ ഞങ്ങൾ ചിന്തിച്ചത് ഞങ്ങളുടെ കൂട്ടം വിടുമ്പോൾ നീ തകരുമെന്നാണ്. ഞങ്ങളോടുള്ള കൂട്ടുകെട്ട് വിടുമ്പോൾ നീ ഇല്ലാതാകുമെന്നാണ് ഞങ്ങൾ ചിന്തിച്ചത്. തകർച്ച കാണാനും ഇല്ലായ്മ കാണാനും പേരും അഡ്രസ്സും ഇനി ദേശത്ത് കേൾക്കാതെ വണ്ണം തകർച്ചയുടെ അടിവാരത്തിൽ നിന്നെ കാണേണ്ടതിന് നിന്നെ കാണാൻ ഞങ്ങളുടെ കണ്ണുകൾ നോക്കിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ കണ്ണമ്പരന്നു പോയി. ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഞങ്ങളോടുകൂടി ഇല്ലാത്ത ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന്. ഞങ്ങൾക്ക് മനസ്സിലായി. ഇത് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നിന്നെ നോക്കുന്ന 1000 കണ്ണുകൾ കാണാൻ വേണ്ടിയാണ് നിന്റെ കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം. പ്രാർത്ഥിക്കുന്ന നിങ്ങളോടുകൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളെ നോക്കുന്ന കഴുകൻ കണ്ണുകൾ കാണട്ടെ. ഹല്ലേലൂയ. ഏത് താഴ്വരയായിരുന്നാലും ഏത് പ്രതിസന്ധിയായിരുന്നാലും അവിടെ നിന്ന് നമ്മെ പുറത്തെടുക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. താഴ്വരകളുടെ അകത്ത് വീണ് കിടക്കരുത്. ഗെരാറിന്റെ താഴ്വര അല്പസമയത്തേക്ക് വന്നേക്കാം, അവിടെ എന്ത് ചെയ്യരുത്? വീണ് കിടക്കരുത്. അതല്ല നമ്മുടെ സ്ഥലം, അവിടെ നിന്ന് കയറി വരാനുണ്ട്. പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു വെളിപ്പാട് എനിക്ക് തരിക. കൂരിരുൾ താഴ്വര വരും, അത് പാസിംഗ് ഏരിയ ആണ്, കിടക്കേണ്ട സ്ഥലമല്ല, കടന്നു പോകലിന്റെ സ്ഥലമാണ്. കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും അത് പാസിംഗ് ഏരിയ ആണ്, കടന്നു പോകേണ്ട സ്ഥലമാണ്. ഞാൻ കിടക്കേണ്ട സ്ഥലമല്ല, നടക്കേണ്ട സ്ഥലമാണ്. അവിടെ നിന്ന് പുറത്തു വരണം. ബലഹീനതകളിൽ നിന്ന് പുറത്തു വരണം. അപമാനങ്ങളിൽ നിന്ന് പുറത്തു വരണം. എതിർപ്പുകളിൽ നിന്നും ആരോപണങ്ങളിൽ നിന്നും പുറത്തു വരണം. അത് പോകേണ്ട സ്ഥലമാണ്. അവിടെയല്ല നീ കിടക്കേണ്ടത്, അവിടെ അല്ല ശുശ്രൂഷ, അവിടെ അല്ല വിളി. അവിടെ നിന്ന് പുറത്തു വന്ന് പിന്നെയും മഹത്വകരമായി അവൻ ഉള്ളിൽ ആവേശം നഷ്ടപ്പെടാത്തിടത്തോളം കാലം ഇനിയും നിയോഗങ്ങളിലേക്ക് ദൈവം നിങ്ങളെ പൊക്കിയെടുക്കും. ഞാൻ പലപ്പോഴും എന്റെ പ്രസംഗത്തിൽ പറയാറുള്ള ഒരു പദമാണ്, പരാജയം എന്ന് പറയുന്നത് വീണുപോകുന്നതല്ല, പിന്നെ വീണ സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാൻ മനസ്സില്ലാത്തതാണ് പരാജയം. ബലഹീനതയും കുറവും പ്രയാസവും കഷ്ടതയും താഴ്വരയും ഒക്കെ വന്നേക്കാം, അവിടെ തന്നെ കിടന്നേക്കരുത്. നീതിമാൻ 7 പ്രാവശ്യം വീണാലും നിലം പരിചാകിയില്ല. വീഴ്ചകൾ ശത്രു നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നാലും പത്രോസിനെ പോലെ ചാടി എഴുന്നേറ്റ്, ബലഹീനതകളിൽ നിന്ന് എഴുന്നേറ്റ്, അറിയത്തില്ല അവനെ അറിയത്തില്ലെന്ന് പറഞ്ഞവന്റെ അതേ അതരത്തിലൂടെ 3000-ലധികം വരെ മാനസാന്തരപ്പെടുത്തുവാനുള്ള അഭിഷേകത്തിന്റെ വാചകങ്ങളെ ദൈവത്തിന്റെ പുറത്തെടുത്തെങ്കിൽ ബലഹീനതകൾ തകർത്തൊടിക്കപ്പെട്ടു പോകാതെ വിളിക്കപ്പെട്ട നിയോഗത്തിലേക്ക് കയറി വരേണ്ടുന്നതിന് പരിശുദ്ധാത്മാവ് ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന നിമിഷം ശക്തമായ ദൂത് നിങ്ങളോട് കൈമാറുകയാണ്. ശക്തിയോട് പുറത്തു പറക്കാനുള്ള ആവേശമുണ്ടെങ്കിൽ പിന്നെയും പറക്കാനുള്ള വിശാലതകളെ ദൈവം ഒരുക്കി തരും. ഒരു ഗ്രാമത്തിനകത്ത് നടന്ന ഒരു അനുഭവ കഥയെ ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ഗ്രാമത്തിനകത്ത് ഒരു കടൽ പ്രദേശത്തിന്റെ അടുത്ത്, കടൽ തീരത്ത് ഒരു ബാലകൻ ഇങ്ങനെ നടന്നു പോകുകയായിരുന്നു. നടന്നു പോകുമ്പോൾ ആ കടൽ തിരയിൽ പെട്ട് വീണുപോയ ഒരു കഴുകനെ കണ്ടു. ആ കഴുകൻ അടുത്ത തിരയിൽ
തിരയിലേക്ക് ഇങ്ങനെ വന്നു പതിച്ചു. അതിനെ കയ്യിലെടുത്ത ബാലകൻ നോക്കിയപ്പോൾ അതിന്റെ 2 ചിറകും ഒടിഞ്ഞിരിക്കുകയാണ്. ഒടിഞ്ഞ ചിറക്, അതിന്റെ ശരീരം മുഴുവൻ മുറിവുകളാണ്, ദേഹമാസകലം മുറിവുകളാണ്. അതിനോട് അനുകമ്പ തോന്നിയ ഈ ബാലൻ അതിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അതിനൊരു കൂട് തയ്യാറാക്കിയിട്ട് അതിനകത്ത് അതിനെ ഇട്ടു, ഭക്ഷണം കൊടുത്തു. ഒരാഴ്ച അതിനെ നോക്കി, അത് പതിയെ തലപൊക്കി ആഹാരം പതിയെ എടുക്കാൻ തുടങ്ങി. ഒരാഴ്ചയോടെ കഴിഞ്ഞപ്പോൾ തന്റെ തൂവലുകളൊന്ന് ചലിപ്പിച്ചു നോക്കി. ബാലകന് മനസ്സിലായി ഈ തൂവലും വെച്ചുകൊണ്ട് അതിനെ മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തനിക്ക് തോന്നിയതുപോലെ ആ ചിറകിനെ താനൊന്ന് മുറിവ് വെച്ച് കെട്ടി, അതിന്റെ മുറിവൊക്കെ വെച്ച് കെട്ടി, അതിന്റെ മുറിവുകളിലൊക്കെ മരുന്ന് വെച്ച് നല്ലതുപോലെ ശുശ്രൂഷിച്ചു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തത്തി നടക്കാൻ കഴിയുമെന്ന സ്ഥിതിയായപ്പോൾ കൂട് തുറന്നു വിട്ട് 2 ദിവസം ഈ കഴുകൻ തറയിലൂടെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. എന്നിട്ട് തല ഉയർത്തി അത് നോക്കി. ഇന്നലകളിൽ താൻ പറന്ന വിശാലതകളിലേക്ക് അത് നോക്കി. 3-ാം ദിവസം തന്റെ ഒടിഞ്ഞ ചിറകുകളെ ഒന്ന് ചലിപ്പിച്ചു നോക്കി, പറ്റിയില്ല. 3-ാം ദിവസം ഒന്നുകൂടെ ചലിപ്പിച്ചു. ഒരാഴ്ച കൂടെ കഴിഞ്ഞപ്പോൾ താൻ എവിടെ നിന്ന് താഴേക്ക് വന്നു അതേ അനന്ത വിശാലത്തിലേക്ക് പറന്നു കയറാം തന്റെ ഒടിഞ്ഞ ചിറകുകൾക്ക് ശക്തിയുണ്ടായി. ഇന്ന് രാത്രി ആവേശം നഷ്ടപ്പെടാത്തിടത്തോളം കാലം നിന്റെ ചിറകുകൾക്ക് ശക്തി വരിക തന്നെ ചെയ്യുമെന്ന്, ശുശ്രൂഷകളിൽ ബലം വരിക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ദൂതനെ മാറുകയാണ്. വീണ്ടും കിടക്കാൻ താല്പര്യപ്പെടരുത്. ഒതുങ്ങിപ്പോകാൻ ആഗ്രഹിക്കരുത്, വീണുപോകാൻ ആഗ്രഹിക്കരുത്. ആമേൻ. വീണ് കിടക്കുന്ന, ബലഹീനപ്പെടുന്ന നമ്മെ സഹായിക്കാനോ സഹതാപം കാണിക്കാനോ ആരും വരികയില്ല. ദൈവമല്ലാതെ ആരും വരികയില്ല. എല്ലാവരും ഉറ്റുനോക്കുന്നത് പറക്കുന്നവനെയാണ്. എല്ലാവരും ഉറ്റുനോക്കുന്നത് പ്രയോജനപ്പെടുന്നവനെയാണ്. ഒന്നും അല്ലാതെ തളം കെട്ടിക്കിടക്കുന്നവനെ, താഴ്വരയുടെ അടിസ്ഥാനത്തിൽ മുറുങ്ങിക്കിടക്കുന്നവനെ ആരും ശ്രദ്ധിക്കത്തില്ല. എല്ലാവരും ബലഹീനതയുടെ അമ്പ് നിങ്ങളുടെ പുറകിൽ തൊടുത്തു വിടുമെങ്കിൽ അതിന്റെ അർത്ഥം പ്രയോജനപ്പെടേണ്ടവനാണെന്നാണ്. ഞാൻ ദൂതുകൾക്ക് വേഗത്തിൽ ഉപസംഹാരം കൊണ്ടുവരികയാണ്. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ വേണം. ഇസഹാക്കിനോട് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതാ നാട്ടുകാർ കണ്ടു, അധികാരികൾ കണ്ടു. അവർ പറഞ്ഞു, ഞങ്ങളോടൊന്നും ചെയ്യരുത്, നിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കൂടെയുള്ള ദൈവം, ആ ദൈവം ഒരിക്കലും നമ്മെ പ്രതിസന്ധികളിൽ ആഴ്ത്തിവിടുന്ന ദൈവമല്ല. ദൈവം ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? അനുസരിക്കുന്നവന്റെ കൂടെയാണ് ദൈവം നിൽക്കുന്നത്. യോശുവയോട് ദൈവം പറഞ്ഞൊരു പദം നമുക്ക് പ്രസിദ്ധമാണല്ലോ, ഞാൻ മോശയോട് കൂടി ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ നിന്റെ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ ദൈവം 8-ാം വാക്യത്തിൽ, യോശുവ 1:8 ഒരു നിർദ്ദേശം കൂടെ തന്റെ ഭക്തന് കൊടുക്കുകയാണ്. ആ നിർദ്ദേശം ഇങ്ങനെയാണ്: എന്റെ കൽപ്പനകളെ നീ പ്രമാണിച്ച് നടക്കുമെങ്കിൽ എന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഇരിക്കും. എങ്ങനെ? ദൈവത്തെ അനുസരിക്കുമെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടി ഇരിക്കും. അനുസരിച്ചില്ലെങ്കിലോ പ്രിയമുള്ളവരെ, ദൈവം കൂടെ ഇല്ലാത്ത യാത്ര ദുഷ്കരമാണ്. ദൈവം കൂടെ ഇല്ലാത്ത വേദികൾ, ദൈവം കൂടെ ഇല്ലാത്ത മേഖലകൾ ദുഷ്കരമാണ്. ആ നടപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആവർത്തനം 28-ാം അധ്യായം അനുഗ്രഹത്തിന്റെ ഒരു അധ്യായമാണ്. അതിൽ 29-ാമത്തെ വാക്യത്തിൽ ദൈവം കൂടെ ഇല്ലാത്തവന്റെ യാത്രയ്ക്ക് ആലങ്കാരികമായി കൊടുത്തിരിക്കുന്ന ഒരു പദമുണ്ട്. ആ പദം ഇങ്ങനെയാണ്: കുരുടൻ അന്ധതമസിൽ തപ്പി നടക്കുന്നത് പോലെയാണ് ദൈവം ഇല്ലാത്തവന്റെ എങ്ങനെ? ഒരു കുരുടൻ അന്ധതമസിൽ തപ്പി നടക്കുന്ന പോലെ. കുരുടന്റെ പ്രത്യേകത എന്താണ്? കാഴ്ചയില്ലാത്ത പ്രിയപ്പെട്ടവർ നടക്കുന്നത് കണ്ടിട്ടില്ലേ? അടുത്തെന്താന്ന് അറിയത്തില്ല. സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ആ സ്റ്റിക്ക് വെച്ച് തപ്പിത്തടഞ്ഞ് വഴിയാണോ സ്റ്റെപ്പാണോ എന്ന് തപ്പിത്തടഞ്ഞ് വേണം അവർ നടക്കാൻ. ദൈവമില്ലാത്തവന്റെ യാത്ര അങ്ങനെയെന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? എന്ത് തീരുമാനമെടുക്കണമെന്ന് യാതൊരു പിടിയുമില്ലാതെ കുരുങ്ങി നിൽക്കുന്ന അവസ്ഥ, കറങ്ങി നിൽക്കുന്ന അവസ്ഥ, എന്ത് ചിന്തിക്കുമെന്ന്, ഡിസിഷൻ എടുക്കുമെന്ന് വല്ലാതെ ഭാരപ്പെടുന്ന അവസ്ഥ, തപ്പുന്ന അവസ്ഥ, പല വിഷയങ്ങളിലും തപ്പി തടയുന്നത് പോലെയുള്ള അവസ്ഥ. ഇതാണ് ദൈവമില്ലാത്തവന്റെ ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ ദൈവമുള്ളവന്റെ ജീവിതത്തെ കുറിച്ച് ഇയ്യോബ് 29:3 പറയുന്നു: എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇരുട്ടിൽ പ്രകാശത്തിൽ എന്ന പോലെ നടന്നു, ഞാൻ ഇരുട്ടിൽ വെളിച്ചത്തിൽ എന്ന പോലെ നടന്നു. ഇന്ന് രാത്രിയിലും ജീവിതത്തിൽ വരുന്ന ചില തപ്പി തടയലുകളുടെ അകത്ത് പ്രകാശം ഉദിക്കട്ടെ. നമ്മോടുകൂടെയുള്ള ദൈവത്തിന്റെ വെളിച്ചം നമുക്ക് വേണ്ടി ഉദിക്കട്ടെ. അനുസരിക്കുന്നവന്റെ കൂടെയാണ് ദൈവമുള്ളത്. ഒരു കാര്യം കൂടെ പറഞ്ഞ വാക്കുകളെ ഉപസംഹരിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം 1 ശമൂവേൽ 15-ാം അധ്യായത്തിലുള്ള കാര്യമാണ്. വീട്ടിൽ പോയി വായിച്ചാൽ മതി. ആ 15-ാം അധ്യായത്തിൽ അനുസരണത്തെ കുറിച്ചൊരു കാര്യം പറയാം. ദൈവം ശൗലിനെ ഇസ്രായേലിന്റെ രാജാവായി തെരഞ്ഞെടുത്തിട്ട് ആ ശൗലിനോട് തന്റെ പ്രവാചകനായ ശമൂവേലിലൂടെ അറിയിച്ചു: നീ ഒരു കാര്യം ചെയ്യണം, അമാലേക്കിനോട് ചെന്ന്
യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്തിട്ട് ഒരു നിബന്ധനയുണ്ട്, ആരെയും, മനുഷ്യനെ ആകട്ടെ മൃഗങ്ങളെ ആകട്ടെ, ആരെയും അവിടെ ജീവനോടെ വച്ചേക്കരുത്. ഇതാ നിർദ്ദേശം. അനുസരിക്കാൻ വേണ്ടി കൽപ്പന കൊടുത്ത് പറഞ്ഞയച്ചു. ആരെയും, മൃഗങ്ങളെയും മനുഷ്യരെയും ഒരു ജീവനെ പോലും അവിടെ വച്ചേക്കരുത്, എല്ലാത്തെയും നശിപ്പിച്ചിട്ട് വേണം വരാൻ. ഇവർ യുദ്ധത്തിന് വേണ്ടി പോയി, ശൗലും കൂട്ടരും യുദ്ധത്തിന് വേണ്ടി പോയിട്ട് മനുഷ്യരെ എല്ലാം കൊന്നു. രാജാവായ ആഗാഗിനെ പിടിച്ചുകൊണ്ടുവന്നു. പിന്നെ ബലഹീനമെന്ന് തോന്നിയ, ചെറുതെന്ന് തോന്നിയ, നിസ്സാരമെന്ന് തോന്നിയ എല്ലാ മൃഗങ്ങളെയും കൊന്നുകളഞ്ഞു. പിന്നെ തടിച്ച കാളകളെയും തടിച്ച ആടുകളെയും കണ്ണിന് ഇമ്പം തോന്നിയ മൃഗങ്ങളെയും കൊല്ലാതെ കൂടെ കൊണ്ടുവന്നു. അതിനെ വെട്ടാൻ വേണ്ടി ഓങ്ങിയപ്പോഴാണ് ഓർത്തത് അടുത്തൊരു വിശേഷ ദിവസം വരുന്നുണ്ട്, അന്ന് വെട്ടാം. അതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തടിച്ച കാളുകളെയും ആടുകളെയും ഒക്കെ വാരിപ്പുറക്കി വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ദൈവം ശമൂവേലിനോട് പറഞ്ഞു, പോയി പറഞ്ഞേക്ക് ഞാൻ ഇവനെ എടുത്ത് എറിയാൻ പോവാന്ന്. രാജസ്ഥാനത്ത് നിന്ന്, ഞാൻ തിരഞ്ഞെടുത്ത സ്ഥാനത്ത് നിന്ന് ഇവനെ എറിയാൻ പോവുക. ഇവൻ എന്റെ വാക്ക് കേൾക്കുന്നവനല്ല, ഇവൻ അനുസരിക്കുന്നവനല്ല. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, രസകരമായ ഒരു കാര്യം പറയാം, വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായ കാര്യമാണ്. ഇവൻ വരുന്ന സമയത്ത്, ശമൂവേൽ ശൗലിന്റെ അടുക്കൽ വരുന്ന സമയത്ത് മുഖസ്തുതി പറയുന്ന വാക്ക് നിങ്ങൾ കേൾക്കണം. ശമൂവേലിനെ കണ്ടപ്പോഴേ പറഞ്ഞു, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, ഞാൻ ദൈവം പറഞ്ഞതെല്ലാം ചെയ്തു. അഡ്വാൻസ് ആയിട്ട് തന്നെ അങ്ങോട്ട് പറഞ്ഞു, ഞാനെല്ലാം ചെയ്തെന്ന് കേട്ടപ്പോ ശമൂവേൽ പറഞ്ഞു, അങ്ങനാണോ മോനെ? പക്ഷെ ഞാൻ ഈ അമർച്ചയും മുറവിളിയും മൂക്കുകയറിന്റെ ശബ്ദത്തിൽ കേൾക്കുന്നത് എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, അത് കുറച്ച് തടിച്ച കാളകളെയും ആടുകളെയും ഒക്കെ ഞാൻ ഇവിടെ വച്ചേക്കുന്നതാണ്. ശമൂവേൽ എന്തിനാ വച്ചേക്കുന്നത്? നിന്നോട് എല്ലാം നശിപ്പിക്കാനല്ലേ പറഞ്ഞേ? അന്നേരമാണ് പെട്ടെന്ന് പുള്ളിക്കാരനൊരു ഒരു വല്ലാത്ത ചിന്ത വന്നു, എന്ത് പറയും? ചിലരെ സംബന്ധിച്ച് ഈ ശൗലിനെ പോലെയാണ്, നാവിന്റെ ബലം ഉണ്ടെങ്കിൽ എവിടെയും നിൽക്കും. ചിലർക്ക് നിൽക്കുന്നത് തന്നെ എന്തിന്റെ ബലത്തിലാണ്? ഇദ്ദേഹം വന്ന ആ ചോദ്യത്തിൽ ഉടനെ മറുപടി പറഞ്ഞു, ഇത് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതല്ല, ദൈവത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അങ്ങനല്ലേ? യാഗം കഴിക്കാൻ വേണ്ടിയാണ്, ദൈവത്തിന് യാഗം കഴിക്കാൻ കൊണ്ടുവരാൻ ദൈവം പറഞ്ഞു. തനിക്ക് അടി കിട്ടാതിരിക്കാൻ ദൈവത്തിന്റെ മണ്ടയ്ക്ക് വച്ചു കൊടുത്തു. ഞാൻ യാഗം കഴിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. ഇതൊക്കെ ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നത്, എനിക്ക് വേണ്ടിയല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു നിൽക്കാനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു? ശൗലിന് ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനൊരു കാര്യം പറയാം, അനുസരണക്കേടും ബലഹീനതയും വന്നുപോയെങ്കിൽ അതിൽ കിടന്നുരുണ്ട് ന്യായീകരിക്കരുത്. ദൈവസന്നിധിയിൽ ന്യായീകരിച്ച് ദൈവത്തോട് എന്ത് ചെയ്യരുത്? എനിക്ക് തെറ്റ് വന്നുപോയി, ബലഹീനത വന്നുപോയി, പക്ഷെ എന്റെ ദൈവം അത് ക്ഷമിക്കും, ഇന്ന സാഹചര്യം കൊണ്ടാണ് എനിക്കത് വന്നുപോയതെന്ന് അതിനെ ഡെക്കറേഷൻ ചെയ്ത് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യരുത്? ന്യായീകരിച്ച് പറയരുത്. ബലഹീനത വന്നുപോയെങ്കിൽ അത് സമ്മതിക്കാനുള്ള മനസ്സ് നമ്മിൽ ഉണ്ടായിരിക്കണം, താഴാനുള്ള മനസ്സ് നമ്മിൽ ഉണ്ടായിരിക്കണം. ശൗൽ ഈ നിലവാരത്തിൽ സംസാരിച്ചു. ശമൂവേൽ പറഞ്ഞു, നീ എത്ര സംസാരിച്ചാലും, നീ എന്തു പറഞ്ഞാലും ശരി, ഇത് ദൈവം പ്രസാദിക്കുന്ന കാര്യമല്ല. രണ്ടാമത് ദൈവത്തിന്റെ മണ്ടക്കിട്ടാൽ കാര്യം നടക്കത്തില്ലെന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരൻ നേരെ അതിനെടുത്ത് ജനത്തിന്റെ മണ്ടക്കിട്ടു. അയ്യോ, ഞാനല്ല ചെയ്തത്, ഈ ജനം എന്നോട് പറഞ്ഞു, അതുകൊണ്ട് ജനത്തെ പേടിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം. ദൈവത്തെക്കാളും കൂടുതൽ ആരെ നോക്കി? ജനത്തെ നോക്കി. ദൈവമക്കളെ, ദൈവത്തെ അനുസരിക്കുന്നതിനേക്കാളും ജനത്തിന്റെ മുഖത്തെ നമ്മൾ നോക്കരുത്. പത്രോസ് തുടങ്ങിയ അപ്പോസ്തലന്മാർ ആ അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നത് പോലെ മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. ദൈവത്തിനാണ് വില കൊടുക്കേണ്ടത്, ദൈവത്തിന്റെ വാക്കുകൾക്കാണ് മുൻഗണന നൽകേണ്ടത്. അനുസരണക്കേട് കാണിച്ചാൽ നിയോഗങ്ങളിൽ നിന്ന് ദൈവം നമ്മെ എടുത്തെറിയുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ദൈവം ശൗലിനെ എടുത്തെറിഞ്ഞിട്ട് തൽസ്ഥാനത്ത് വനാന്തരത്തിനകത്ത് കിടന്ന് പാടിയ ഒരു ഇടയച്ചെറുക്കനെ ആക്കി വെച്ചെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, യോഗ്യതയില്ലാത്ത ചില മണ്ഡലങ്ങൾക്കകത്തേക്ക് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നിന്റെ മേൽ വരാൻ കഴിയുകയാണ്. ആ നിയോഗങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നെങ്കിൽ നിശ്ചയമായും കൂടെയുള്ളവന്റെ സാന്നിധ്യം നിന്നെ നേത്രമായ ശുശ്രൂഷ തലങ്ങളിൽ നിർത്തുക തന്നെ. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അനുസരിക്കുന്നവരോട് കൂടെയാണ് ദൈവം. അനുസരണമില്ലാതെ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരോട് കൂടെ ദൈവം ഇല്ല. ഏത് സന്ദർഭങ്ങളിലും ദൈവത്തെ അനുസരിച്ച് വേണം നടക്കാൻ. അപ്പോൾ വായിച്ച ഒരു വാക്യം സ്തെഫാനോസ് തന്റെ പ്രസംഗത്തിൽ പറയുന്നു, യോസഫിനോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു. ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് തന്റെ ജീവിതത്തിൽ വന്ന 3 ഘട്ടങ്ങളിൽ നിന്ന് താൻ പുറത്തു വന്നു. ഏതൊക്കെയാണ്? ഒന്ന്, താൻ ഒറ്റപ്പെട്ട തലത്തിലേക്ക് പോയി, തള്ളപ്പെട്ട തലത്തിലേക്ക് പോയി. മൂന്നാമത്തെ സന്ദർഭം, ഉയർത്തപ്പെട്ട സന്ദർഭത്തിലേക്ക് അവൻ വന്നു. ഈ 3 മേഖലയിലും താൻ ജയം പ്രാപിച്ചത് തന്റെ കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നിമിത്തമാണ്. ഒരു കാര്യം കൂടെ
പറയട്ടെ ദൈവമക്കളെ, നാം ദൈവത്തെ അനുസരിച്ച് ദൈവത്തോട് കൂടെ നിന്നാൽ നാം പറയുന്നതനുസരിച്ചും ദേശത്തെ കാര്യങ്ങൾ നടക്കും. അതിന് തെളിവ് സഹിതം പറയാം. 40:41 ഫറവോൻ യോസഫിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യോസഫേ, നിന്നെ പോലെ ദൈവാത്മാവുള്ള ഒരു മനുഷ്യനെ ഇനി കണ്ടുകിട്ടത്തില്ല, നിന്നെ പോലൊരു മനുഷ്യനെ ഇനി കണ്ടുകിട്ടത്തില്ല. അതുകൊണ്ട് ഇനി ഈ രാജ്യത്ത് നിന്റെ വാക്ക് കൊണ്ടല്ലാതെ ഒന്നും നടക്കത്തില്ല. ഈ ദേശത്ത് ഒരു കാര്യം നടക്കണമെങ്കിൽ, ഒരു ഈച്ചയെങ്കിലും അനങ്ങണമെങ്കിൽ, ഒരു ഭൃത്യനെങ്കിലും കയ്യോ കാലോ ചലിപ്പിക്കണമെങ്കിൽ നിന്റെ നാവിൽ നിന്ന് വാക്ക് പുറത്തു വരണം. നീ പറഞ്ഞല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. ദൈവത്തെ അനുസരിച്ച് നിൽക്കുന്ന ദൈവമക്കളെ, നമ്മുടെ വാക്കിനെ നിലനിൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ്, ആ സാമീപ്യം തിരിച്ചറിഞ്ഞ് മുമ്പിലേക്ക് നടക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സങ്കീർത്തനങ്ങളിൽ ദൈവ സാന്നിധ്യത്തെ കുറിച്ച് ഒരു പദം ഇങ്ങനെ പറയുന്നുണ്ട്: നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടുകളിൽ നിന്ന് വിടിവിച്ച് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിങ്കൽ മറയ്ക്കും. നീ മനുഷ്യരുടെ വാക്കാണത്തിൽ നിന്ന് അവരെ രക്ഷിക്കും. രണ്ട് കാര്യങ്ങൾ: വിരോധമായി കൂട്ടം കൂടുന്ന ശത്രുവിന്റെ ദുരാലോചനകളിൽ നിന്ന് ആ സാന്നിധ്യം നമ്മെ മറയ്ക്കും, ആ സാന്നിധ്യം നമ്മെ സൂക്ഷിക്കും. വാക്കാണത്തിൽ നിന്ന് നമുക്ക് വിരോധമായി ശത്രു അവൻ അരങ്ങുകൾക്കകത്ത് പരസ്യപ്പെടുത്തുന്ന ദുരാരോപണങ്ങൾക്ക് നടുവിൽ ദൈവം നമ്മെ സൂക്ഷിക്കും. ആ വചനങ്ങൾ ആമേൻ പറയുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. കൂടെയുള്ളവന്റെ സാന്നിധ്യം നിസ്സാരമല്ല, അത് വളരെ വിലപ്പെട്ടതാണ്. ആ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പിന്നെയും ശക്തിയോടെ ആത്മമണ്ഡലങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രശോഭിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്കാം, എല്ലാ കണ്ണുകളും അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.